പറയാറുണ്ട് ആത്മാവ് തന്നെയാണ് ആത്മാവിന്റെ മിത്രം, ആത്മാവ് തന്നെയാണ് ആത്മാവിന്റെ ശത്രു എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഇന്ന് എല്ലാവർക്കും ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകാണ്. എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നലാണ്. അപ്പൊ ഇത് ശരിക്കും നമ്മുടെ ചിന്തകളിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദുർബല ചിന്തകൾ, നമ്മുടെ മനസ്സ് ദുർബലമാകുമ്പോൾ, മനസ്സിൽ തിന്മകൾ നിറയുമ്പോഴാണ് നമ്മൾ ദുർബലരായി തീരുന്നത്. ആ ദുർബലതയാണ് പല സാഹചര്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. പല സംഭവങ്ങളും പല സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ വരുന്നത് ആന്തരികമായിട്ട് നമ്മൾ ദുർബലമാകുമ്പോഴാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ചിന്തകൾ എടുത്ത് മാറ്റണം. ഇന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് ചതിക്കപ്പെടുന്നത് എന്നൊക്കെ. ശരിക്കും നിഷ്കളങ്കത കൊണ്ട് ഉദ്ദേശിക്കുന്നത് കളങ്കമില്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ കളങ്കം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഭയം, ഇതൊരു കളങ്കമാണ് മനസ്സിന്റെ. അപ്പൊ മനസ്സിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കുറവുകളുണ്ട് എന്നൊരു ഭയം കയറി കഴിഞ്ഞാൽ ആ ഭയം പലതരത്തിലുള്ള ആപത്തുകളിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്.